നിലമ്പൂർ നോർത്ത് വനം ഡിവിഷൻ റേഞ്ചിനു കീഴിൽ വരുന്ന വള്ളുവശ്ശേരി സെക്ഷൻ പരിധിയിൽ കാരപ്പുറം ചോളമുണ്ട ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് വർഷങ്ങളായി ഉപേക്ഷിച്ച സെപ്റ്റി ടാങ്കിൽ നാട്ടിൽ ഏറെ നാളായി ഭീതി വിതച്ച കസേര കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് ആനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. പടുക്ക ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ ന്യൂ അമരമ്പലം റിസർവ് വനാതിർത്തിയിൽ നിന്നും 20 മീറ്റർ അകലെയാണ് സംഭവസ്ഥലം. ചുള്ളിക്കുളവൻ വീട്ടിൽ ഖാദർ എന്നയാളുടെ പേരിലാണ് സ്വകാര്യ സ്ഥലം. പ്രായാധിക്യവും ആരോഗ്യ പ്രശ്നങ്ങളും മരണകാരണമെന്നായിരുന്നു സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത വനം വകുപ്പിന്റെ ആദ്യ നിഗമനം. എന്നാൽ ആനയുടെ ദേഹത്ത് മുറിവുകൾ കണ്ടതോടെ ഈ നിഗമനം തെറ്റായി. തുടർന്ന് നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ ആനയുടെ ജഡത്തിൽ നിന്നും വെടിയുണ്ടകൾ കണ്ടെടുത്തു. തുടർന്ന് വനം വകുപ്പ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഇന്ന് രാവിലെ ഇവിടെ ആളുകൾ കണ്ടത് കുഴി ചാടിയതായിട്ട് കണ്ടു. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ക്ഷീണിച്ചതില്ല, നടക്കുകയാണ്. സുഖമില്ലാതെ അങ്ങനെ ആളുകളിട്ടൊന്നും വലിയ ശല്യമൊന്നും ഇല്ലാതെ അങ്ങനെ നടക്കുകയാണ്. ഫുള്ളായും ഇതൊക്കെ പറിച്ചിട്ട് അങ്ങനെ വേറെ പരിക്കളൊന്നും ആയിട്ട് അങ്ങനെ കാണാനില്ല. കസേരക്കൊമ്പ് എന്ന് പറയുന്ന ആന തന്നെയാണത്? അതെ അതെ, കസേരക്കൊമ്പ എന്നൊക്കെയാണ് വിളിക്കുന്നത്. 6 മണിയാകുമ്പോൾ ഇങ്ങോട്ട് വരും നാട്ടിലേക്ക്. പിന്നെ നമ്മൾ ഓടിക്കുമ്പോൾ കണ്ടിട്ട് പോലും പിന്നെ കുറച്ച് ഞാൻ കടന്നു വരും. അങ്ങനെ ഫോറസ്റ്റും കൂടിയിട്ട് രാത്രി 2:30 3:30 ഒരു 15 ദിവസം ഓടിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇന്നലെ ഒന്നും കണ്ടിട്ടില്ല. രാവിലെ ഞാൻ 4 മണിക്ക് വരുമ്പോൾ ഇവർ ബാത്റൂമിൽ പോകുന്ന സമയത്ത് കണ്ടത്. അപ്പോൾ എന്നോട് വിളിച്ചു, ഞാൻ ഫോറസ്റ്റിനെ വിളിച്ചു പറഞ്ഞു. എങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല. ക്ഷീണിതനാണ് കുറേ ദിവസമായിട്ട് ആന. കുറച്ച് മുറി കാണുന്നുണ്ട്. ക്ഷീണിതനാണ്, 15 ദിവസം ക്ഷീണിതനാണ്. ഡെയിലി പോയി ഇവിടെ 10-20 ഏക്കേഴ്സ് ഫുള്ള് ആന പറിച്ചു കഴിഞ്ഞതാണ്. നിങ്ങളുടെ സ്ഥലം തന്നെയാണോ? ഇല്ല, ഇനി പറിക്കാലുണ്ടാ. എൻ്റെ ഈ ഭാഗത്ത് ഫുള്ള് കഴിഞ്ഞതാണ്. ഈ ഭൂമി കംപ്ലീറ്റ് കൃഷി ഒക്കെ തെങ്ങും റബ്ബറും കസേരക്കൊമ്പല്ല ആനയാണ്. അതെ.